വെൽക്കം ടു കാറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് 2024 ജൂണിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3, ദെൻ വാട്ട് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 1/x³ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി √3, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 3√3 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സംഭവം എടുത്തെഴുതാണ്. ലെറ്റ് എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോവാം, LHSലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. So x plus 1/x is equal to √3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ്റെ LHSലും RHSനെയും എന്ത് ചെയ്യുക? ക്യൂബ് ചെയ്യുക. ഇപ്പോൾ ക്യൂബ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എക്സ് പ്ലസ് 1/x ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു √3 ഹോൾ ക്യൂബ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നു. നമുക്കതറിയാം, ഇത് A+B ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണല്ലേ. സോ A+B ഹോൾ ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? A³ പ്ലസ് B³ പ്ലസ് 3AB ഇൻറ്റു നമുക്ക് എന്ത് പറയാൻ പറ്റും? A+B എന്ന് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ് പ്ലസ് 1/x ഹോൾ ക്യൂബിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും മാറുന്നത് x³ പ്ലസ് 1/x³ പ്ലസ് 3AB. അപ്പോൾ 3 ഇൻറ്റു x ഇൻറ്റു 1/x, ദെൻ ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് 1/x. ഇനി √3 ഹോൾ ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? √3 എന്ന് എഴുതാം. ഈ എക്സും ഇവിടെ കട്ടായിട്ട് പോലെ. അപ്പോൾ എന്തായിട്ട് മാറും? x³ പ്ലസ് 1/x³ പ്ലസ് 3. ഇത് രണ്ടും കട്ടായി. ഇനി നമുക്കറിയാം എക്സ് പ്ലസ് 1/x എന്ന് പറയുമ്പോൾ √3 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3√3 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. സോ ബാക്കി എന്ത് വരും? 3√3. ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് എന്താണ്? x³ പ്ലസ് 1/x³ ആണ്. സോ x³ പ്ലസ് 1/x³ ഈസ് ഈക്വൽ ടു 3√3 മൈനസ് 3√3. 3√3 മൈനസ് 3√3 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കപ്പോൾ എന്ത് പറയാൻ പറ്റും? x³ പ്ലസ് 1/x³ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ് ഇവിടുത്തെ ആൻസറായിട്ട് മാറുന്നത്. സോ ആൻസർ 0. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് മുഴുവനും പ്ലേലിസ്റ്റിൽ കാറ്ററ്റ് 3 മാത്സ് PYQ എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.